ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനത്ര രഹസ്യമായിട്ട് ഇവരുടെയൊക്കെ ചിത്രങ്ങളോടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ആരാ ഇവരൊക്കെ? എന്താ ഇവർക്കൊക്കെ സംഭവിച്ചത്? ഞാൻ പറയാം, ഈ ഇരിക്കുന്ന സ്ത്രീകളെല്ലാവരും അകാലത്തിൽ മരിച്ചവരാണ്. സത്യമല്ലേ? ഇവളുടെ മരണത്തില് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്നും പറഞ്ഞു. ഇവളുടുത്ത ധാവണി ഞാൻ നിലത്തിട്ട് ചവിട്ടിയ ദിവസം മമ്മിയുടെ കണ്ണീന്ന് പൊടിഞ്ഞ കണ്ണീര് ഞാൻ കണ്ടതാ. അന്ന് ഞാൻ കരുതിയതാ ഇതെങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുമെന്ന്. മോളെ വേണ്ട മമ്മി, ഇവൾക്ക് വേണ്ടി എന്നോട് എന്തെങ്കിലും ഒരു അപേക്ഷ നടത്താനാണ് മമ്മി ശ്രമിക്കുന്നതെങ്കിൽ അതിന് നാവ് ഉയർത്തണ്ട. പൊറുക്കില്ല ഞാൻ. നാണുണ്ടോടി നിനക്ക്? കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കരാർ അനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യണം. നിന്റെ മരണം ഞങ്ങൾക്ക് തന്ന കരാറിലുണ്ട്. സർപ്പബലി പൂർത്തിയാക്കാതെ കളരിക്കൽ നിന്നും മടങ്ങിയ നീയും നിന്റെ അമ്മയും സുരക്ഷിതരായിരിക്കും എന്നുള്ള ധാരണയൊന്നും വേണ്ട. നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് എന്റെ മമ്മി ഇറങ്ങിയാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സ്വന്തം ഭർത്താവിനെ തട്ടിക്കൊണ്ടു പോയാ നിന്റെ അമ്മയോട് എന്റെ മമ്മി ക്ഷമിക്കുമായിരിക്കും. പക്ഷേ ഗാഥ ശ്രീനിവാസ് ക്ഷമിക്കില്ല. കൊല്ലൊന്ന് പറഞ്ഞോ കൊന്നിരിക്കും ഞാൻ. ഗാഥ, എന്തിനിങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നടത്തുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. മേഡം എന്നോട് പറഞ്ഞപ്പോഴും എന്റെ വാക്ക് പാലിക്കുന്നു തന്നെയാ ഞാൻ പറഞ്ഞ്. കളരിക്കലെ ശാപം മാറണം. ശാപങ്ങളിൽ നിന്ന് മോക്ഷം നേടിയ നവീനുമായി ഗാഥ ഒരുപാട് കാലം ജീവിക്കണം. അവിടെ ഒരു ഓർമ്മയായിട്ട് പോലും കൃഷ്ണ ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്നെ ബലിയായിട്ട് നാഗദേവങ്ങൾക്ക് എന്നെ സമർപ്പിച്ചതാ. ഇനി അത് നടക്കുന്ന ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ വാക്ക് ഞാൻ പാലിക്കും, എന്റെ മരണം കൊണ്ട് പോലും. ഇത്രയും നാളും മമ്മി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവൾക്ക് വെച്ച് നേടിയ സ്നേഹത്തിന്റെ ബാക്കിയാണ് എനിക്ക് തരാനിരുന്നിരുന്നതെങ്കിലേ ആ സ്നേഹം എനിക്ക് വേണ്ട. കൃഷ്ണേ, എന്താ മോളെ മാഡം പറഞ്ഞത് സമ്മതിക്കാഞ്ഞേ? സമ്മതിക്കായിരുന്നില്ലേ? എല്ലാത്തിന്നും ഒഴിഞ്ഞ് അമ്മയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവായിരുന്നില്ലേ നിനക്ക്? ഇല്ല സുനന്ദേച്ചി, ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് സർപ്പബലിയിൽ പ്രത്യക്ഷപ്പെട്ട നാഗം എന്നെ വരിഞ്ഞു മുറുക്കി ഇല്ലാതാക്കണേന്നാ. കാരണം മരണത്തിന് എന്നെ മോചിപ്പിക്കാൻ കഴിയും. അഭിനയിക്കാൻ പോയവളാണ്, പക്ഷെ എല്ലാം കൈവിട്ടു പോയി. ഇപ്പൊ എന്റെ ഉള്ളിൽ നിറയെ നവീനോടുള്ള സ്നേഹമാണ്. നവീനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സുനന്ദേച്ചി എന്നോട് പറഞ്ഞു. ഗോപാലമ്മ എന്നോട് പറഞ്ഞു. അമ്മ നിർബന്ധിച്ച് ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ ഞാൻ നിഷേധിച്ചു. പക്ഷെ അറിയാതെ എന്റെ ഉള്ളിന്റെ ഉള്ളില് നവീനോടുള്ള സ്നേഹം പറ്റിപ്പിടിച്ചു കൂടെയായിരുന്നു. മരണം കൊണ്ടല്ലാതെ ഇനി എനിക്ക് നവീനെ പിരിയാനാവില്ല. കൃഷ്ണേ, ചാവുന്നതിന് മുൻപ് എനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഒരാളോടെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. എനിക്ക് എന്റെ മനസ്സ് പൊട്ടിപ്പോവും. ഇത് തെറ്റാണെന്ന് 1000 വട്ടം എന്റെ മനസ്സിനോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സുനന്ദേച്ചി.
നവീനെ നഷ്ടപ്പെടുന്ന വേദന എനിക്ക് താങ്ങാനാവില്ല. ആ വേദനയോട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നവീന് വേണ്ടി ചത്തുപോകുന്നതല്ലേ. ഈശ്വര, മണിക്കഞ്ഞ ഡോർ തുറക്ക്. മുത്തശ്ശി ഇറങ്ങി. വാ മുത്തശ്ശി. വാ മുത്തശ്ശി. ഇതൊക്കെ ആരുടെ ഫോട്ടോസാ? ഇത് നമ്മുടെ പൂർവികര് തന്നെ. പൂർവികരുടെ ഫോട്ടോസ് വെക്കുമ്പോ പുരുഷന്മാരുടെ ഫോട്ടോസ് ഇല്ലാത്ത എന്താ? പറയും മുത്തശ്ശി, എന്തിനത്ര രഹസ്യമായിട്ട് ഇവരുടെയൊക്കെ ചിത്രങ്ങളോടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ആരാ ഇവരൊക്കെ? എന്താ ഇവർക്കൊക്കെ സംഭവിച്ചത്? ഞാൻ പറയാം, ഈ ഇരിക്കുന്ന സ്ത്രീകളെല്ലാവരും അകാലത്തിൽ മരിച്ചവരാണ്. സത്യമല്ലേ? കളരിക്കിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടികൾ ആരും തന്നെ അധികകാലം ജീവിച്ചിട്ടില്ല. അത് സത്യമല്ലേ? മോനെ, അത് ഇവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. മുത്തശ്ശി കളരിക്കിലേക്ക് വന്നത് രണ്ടാം ഭാര്യയായിട്ടല്ലേ?